കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ ഇത് സംബന്ധിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കിയപ്പോൾ അത് നിഷേധിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ല. അപ്പോഴത്തന്നെ ഞങ്ങൾക്ക് ഉറപ്പായി മുഖ്യമന്ത്രി ഒളിച്ചോടുകയാണ്. ഇന്നിപ്പോൾ ഈ ADGPയുടെ വാർത്ത പുറത്തു വന്നതോടുകൂടെ ഈ കഴിഞ്ഞ 2023 മെയ് മാസത്തിൽ നടന്ന ഗൂഢാലോചന അത് കേരളത്തിൽ നിന്ന് BJPയുടെ ഒരു MP-യെ ലോക്സഭയിലേക്ക് അയക്കാനുള്ള ഗൂഢാലോചനയായിരുന്നു. അതിൻ്റെ തുടക്കം അവിടെ നിന്നാണ്. പിന്നീട് മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അതാരും ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല. അതായത് ഈ CPM ഭരിക്കുന്ന കൊച്ചി ദേവസ്വം ബോർഡ് പൂരം എക്സിബിഷന് വേണ്ടി സാധാരണ അതിൻ്റെ പൂരം എക്സിബിഷന് ദേവസ്ഥയിലേക്ക് അടയ്ക്കുന്ന ഒരു തറവാടക എന്ന് പറയും, അതിന് 35 ലക്ഷം രൂപയായി. പക്ഷേ പെട്ടെന്ന് അത് 2 കോടിയേക്ക് ഉയർത്തി. അതിൽ പ്രതിഷേധിച്ച് സ്ഥലം MP ആയിരുന്ന TN പ്രതാപൻ അന്ന് നിരാഹാരം നടത്തിയപ്പോൾ, ഒരു ദിവസം ഉപവാസം നടത്തിയപ്പോൾ അത് ഉദ്ഘാടനം ചെയ്ത ഞങ്ങളന്ന് പറഞ്ഞു ഒരു കാരണവശാലും പൂരം മുടക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ പറഞ്ഞു 2 കോടി തറവാടക കൊടുത്ത് ഞങ്ങൾ പൂരം നടത്തില്ല. ഏതായാലും ഈ സമരത്തിൻ്റെയൊക്കെ ഫലമായി മുഖ്യമന്ത്രിയുടെ തന്നെ എല്ലാവരെയും വിളിച്ച് 2 ദേവസ്വം ബോർഡുകാരെയും വിളിച്ച് ദേവസ്വം ബോർഡിനെയും വിളിച്ച് എടുത്തൊരു തീരുമാനം 45 ലക്ഷത്തിന് തറവില നിശ്ചയിച്ച് സെറ്റിൽ ചെയ്തു. അപ്പം അന്ന് തന്നെ പൂരം മുടക്കാനുള്ള ഐഡിയയായിരുന്നു. ഏതായാലും ഇത്തവണ ഈ പൂരം കലങ്ങിയോടുകൂടിയിട്ട് മുഴുവൻ വികാരവും BJPക്ക് അനുകൂലമാക്കി മാറ്റുകയും അതിൻ്റെ ഫലമായിട്ടാണ് BJPയുടെ സ്ഥാനാർത്ഥി തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചത്. അപ്പോൾ ADGP ഒരു RSS നേതാവിനെ കണ്ടു എന്ന് പറയുമ്പോൾ RSSനെ കേരളത്തിലെ UDFും LDFും ഒക്കെ എതിർക്കുന്ന പ്രസ്ഥാനമാണ്. അങ്ങനെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഉന്നതനായിട്ടുള്ള ഒരാളെ ഒരു IPS ഉദ്യോഗസ്ഥൻ കാണാൻ പോകുമ്പോൾ തൻ്റെ ബോസായിട്ടുള്ള മുഖ്യമന്ത്രിയെയോ അല്ലെങ്കിൽ DGPയോ അദ്ദേഹം അറിയിക്കേണ്ടതാണ്. അങ്ങനെ അറിയിച്ചതായിട്ട് വിവരമില്ല. അദ്ദേഹം പറഞ്ഞില്ല, അറിയിച്ചു എന്ന് പറഞ്ഞില്ല, സ്വകാര്യ സന്ദർശനം ആയതുകൊണ്ട് അറിയിച്ചില്ല എന്ന്. അത് തന്നെ കുറ്റകരമാണ്. അപ്പോൾ ഞങ്ങൾ അതായത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു വാദം ഇപ്പോൾ പൂർണ്ണമായിട്ട് ശരിയാണ്. ഈ RSS നേതാവുമായിട്ട് ADGP കൂടിക്കാഴ്ച നടത്തി, അത് സ്വകാര്യ സന്ദർശനമല്ല, മുഖ്യമന്ത്രിയുടെ മെസ്സേജ് പാസ് ചെയ്തതാണ്. അതുകൊണ്ട് ഒരു BJP MP കേരളത്തിലുണ്ടായതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പിണറായി വിജയൻ രാജിവെക്കണം. കാരണം ഇനി അദ്ദേഹത്തിന് ഒരു കാരണവശാലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇപ്പോൾ ഇതിന് മറുപടി പറയേണ്ട MV ഗോവിന്ദൻ മാഷല്ല. മുഖ്യമന്ത്രിക്കെതിരായി അലിഗേഷൻ വന്നാൽ മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത്. അത് ഇതുവരെ അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ADGPയുടെ സന്ദർശനം ഇപ്പോൾ വളരെ വ്യക്തമായി. അതുകൊണ്ട് രാജിയല്ലാതെ ഇനി മുഖ്യമന്ത്രിക്ക് മറ്റ് പോംവഴിയില്ല. എത്രയും പെട്ടെന്ന് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണം.